ചങ്ങായിമാരൻ, ഈ ഒരു ഉസ്താദിനെ അടിക്കുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് കാണുമ്പോൾ ഇല്ലേ സങ്കടം തോന്നിപ്പോയി. കാരണം ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദിനെ അത് എവിടെ പോയിട്ട് അടിക്കുന്നറിയോ? ആ ഉസ്താദ് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ ആണ് പോയിട്ട് അടിക്കുന്നത്. വല്ലാത്തൊരു സംഭവമായി. എന്തിനെ അടിക്കുന്നതെന്നറിയുന്ന മക്കളെ മദ്രസയിൽ വിട്ടിട്ടാകുമ്പോ അവിടുന്ന് എന്തോ തെറ്റ് കണ്ടിട്ട് ചിലപ്പോ പഠിക്കാത്തതിനൊക്കെ അടിച്ചതിന് വേണ്ടിയിട്ടാണ് അവര് വന്നിട്ട് ആ ഉസ്താദിനെ അടിക്കുന്നുള്ളത്. വല്ലാത്തൊരു സംഭവമായിപ്പോ അല്ലേ? ഉസ്താദുമാരുടെ അവസ്ഥ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി. നമ്മളെ മക്കളെ പഠിപ്പിക്കാനും വേണ്ടിയിട്ട് അവർ വേറൊരു നാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മളെ നാട്ടിൽ വന്നിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ മക്കൾ പഠിക്കാനും വേണ്ടിയിട്ടായിരിക്കും, നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും അവരടിച്ചിട്ടുള്ളത്. അതിന് ഈ മാതാപിതാക്കൾ വന്നിട്ട് ആ ഉപ്പ വന്നിട്ട് ആ കൊടുക്കൽ കാണുന്നില്ലേ? അപ്പൊ ചില ആൾ വീഡിയോ എടുക്കുന്ന ആൾ പറയുന്നുണ്ട് ഉസ്താദ് അടിക്കല്ല എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ്, എന്നിട്ടും അവര് കേൾക്കുന്നില്ല. അപ്പൊ എന്തല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോ എന്ന് പറഞ്ഞേട്ടാ. നിങ്ങൾ ഒരു ഉസ്താദ് കടിക്കുന്നത് ജയിലിൽ പിന്നെ വീടുണ്ടല്ലേ കമ്മിറ്റി കംപ്ലൈന്റ് ആക്കി കമ്മിറ്റി நீங்க எங்க அடிக்கிறீங்க? நீங்க நான் ஃப்ரெண்ட் கட்டேன் ஒரு அடி கீழ லைலல்ல நீ பேசுறது லைவ் ஆக்கிடுறேன் லைவ் ஆக்கிடுவேன் ஒரு கால் கிட்ட அடிக்கிறாருங்க എന്തായാലും ഇത് കാണുമ്പോ ഇല്ലേ ചിലപ്പോ ചില വാക്കുകൾ പറയുന്നുണ്ട് പച്ചക്കന് ഞാൻ കൊത്തൂന്ന്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചില്ല എൻ്റെ സുഹൃത്തുക്കളെ. ഈ ഉസ്താദന്മാർ ഒന്നുമല്ലാതെ വേറെ നാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മുടെ പള്ളിയിൽ പണിയെടുക്കുന്നുണ്ട്. അവരുടെ ശമ്പളം എത്ര നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തുച്ഛമായ ശമ്പളമായിരിക്കും. 10-15 പേർക്ക് കൂടി പോയിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ആ ഉസ്താദന്മാർ പണിയെടുക്കുന്നില്ലേ, ജോലി ചെയ്യുന്നില്ലേ? ചില കുട്ടികൾ പഠിക്കാത്തതിന് ചിലപ്പോൾ അടിക്കുമായിരിക്കും. അതിലെന്താണ് തെറ്റ്? അത് തെറ്റുണ്ടെങ്കിൽ തന്നെ അവിടെ പറഞ്ഞു തീർക്കാം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിൽ ഒരുപാട് വലിയ ജമാഅത്ത് വലിയ പള്ളി കമ്മിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. അവർക്ക് ചിലപ്പോൾ ക്വാർട്ടേഴ്സ് ഉണ്ടായിരിക്കാം, അവർക്ക് ചിലപ്പോൾ ബിൽഡിംഗ് ഉണ്ടായിരിക്കാം, അവർക്ക് വാടക വേറെ ഒന്നും ഉണ്ടായിരിക്കാം, വരുമാനം വരുന്നുണ്ടായിരിക്കും. എന്നിട്ടും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഉസ്താദന്മാർക്ക് എത്രയാണ് ശമ്പളം ഉള്ളത്? ഈ ജോലിയിൽ അവർ എന്തെല്ലാം ചെയ്യണം? അവർ ചിലപ്പോൾ വീടില്ലാത്ത ഉസ്താദന്മാരായിരിക്കും, അവിടെ വാടക കൊടുക്കണം, മക്കളെ പഠിപ്പിക്കണം, പല കാര്യങ്ങൾ അവർക്ക് ചെയ്യണം. കുറച്ച് ദിവസങ്ങൾ മുമ്പ് തന്നെ നമ്മൾ കണ്ടതാണ് ഒരു ഉസ്താദ് ആത്മഹത്യം ചെയ്തത്. എന്തിനു വേണ്ടിയിട്ട്? പരീക്ഷയ്ക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ആ ലോണ് അടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടാകുമ്പോൾ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ ഉസ്താദ് ആത്മഹത്യം ചെയ്തത്. നമ്മൾ ഉസ്താദിന്റെ സൈഡിൽ നിന്നിട്ടൊന്ന് മനസ്സിലാക്കണം. എല്ലാ തെറ്റുകൾ ചെയ്യുന്ന ഉസ്താദന്മാരുണ്ടാവും, എല്ലാവരും ഒന്നല്ല. നമ്മുടെ 5 പേരുള്ള ഒരേപോലെയല്ല ഉള്ളത്. ചില ആളുകൾ തെറ്റ് ചെയ്യും. ആ തെറ്റ് ചെയ്തിട്ടുണ്ടാകുമ്പോൾ അത് നമ്മൾ പള്ളി കമ്മിറ്റിയിൽ അവിടെ പോയിട്ടും പറയണം. അല്ലാണ്ട് ഇങ്ങനെ വന്നിട്ട് അടിക്കുന്നതുണ്ടല്ലോ, വളരെ എന്തതിനെ പറയുന്നത് ഇവനല്ലോ ഇല്ലേ. എന്നിട്ട് ആ സ്ത്രീ കൈ ചൂണ്ടിട്ടും ഉസ്താദിന്റെ നേരക്ക് വരുന്നു, നീ എത്ര പ്രാവശ്യം അടിച്ചിന്. വേറെന്തെങ്കിലും തെറ്റാണെങ്കിലും ഓക്കെ. ആ പാപം ഉസ്താദ് ഭക്ഷണം കഴിക്കുന്നിടത്തത് പോയിട്ട് അടിക്കുമ്പോ ഇല്ലേ, ഉസ്താദ് പറയാൻ വാക്കുകളില്ല. മറ്റേ ഉസ്താദ്മാരും ആ പ്ലേറ്റ് പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അവർക്ക് നമുക്കൊരു പെരുന്നാൾ വന്നാല് നമ്മളെ നാട്ടിൽ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. ഈ ഉസ്താദന്മാരെ അന്നും നമ്മുടെ പള്ളിയിലാന്നുള്ളത് അല്ല, നിങ്ങൾ മനസ്സിലാക്കിനാ? ഉസ്താദന്മാർ അന്നും നമ്മുടെ മുക്കരിയും നമ്മളെ ഖത്തീബും ആണെങ്കിൽ അന്നും പള്ളിയിലാന്നുള്ളത്. അവർക്കും ആഗ്രഹമില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് അവർ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ളത്? അവരുടെ കുടുംബം പോറ്റാനും വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അവർ എൻജോയ് ചെയ്യാൻ വേണ്ടില്ല. മക്കള് പഠിക്കുന്നില്ല എങ്കിലും അഥവാ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിലും അവരെ അടിക്കേണ്ടത് ഒരു ഉസ്താദിന്റെ കടമയാണ്, ഒരു ഗുരുനാഥന്റെ കടമയാണ്. ആ ഗുരുനാഥനെ അടിച്ചിട്ടുണ്ടാകാം,
അതിന് ഇങ്ങനെ നീ തല്ലണ്ട കാരണമില്ല. എവിടെ വന്നിട്ട് തല്ലുന്ന? ആ മദ്രസയിൽ വന്നിട്ട് തല്ലുന്ന ഭക്ഷണം ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് വെച്ചാലില്ലേ, ആ മദ്രസയിൽ ആ ഭക്ഷണം കഴിക്കുന്ന ഇടയിൽ വന്നിട്ട് തച്ചതാണ് ഏറ്റവും വലിയൊരു സങ്കടകരമായ കാര്യം. എന്നിട്ടും അവിടെയുള്ള ചില ഉസ്താദന്മാർ നോക്കി നിൽക്കുന്ന, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിൽ. നിങ്ങൾ മനസ്സിലാക്കണത് എത്രത്തോളം സങ്കടം ഉണ്ടായിരിക്കും ആ ഉസ്താദിന്. നമ്മളെ മദ്രസയില് നമ്മളെ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോ അവര് പഠിക്കുന്നില്ലായിരിക്കാം, ചിലപ്പോ വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്തിനായിരിക്കാം, ചിലപ്പോ ഇന്ന് നിസ്കരിച്ചിട്ടാന്നറിയാം. അപ്പൊ ചിലപ്പോ ഉസ്താദ് അടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉസ്താദ് അടിച്ചിട്ടുണ്ടാവും. ഉസ്താദിന്മാരുടെ അവസ്ഥ നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്ക്. നമ്മൾ കാണുമ്പോ ഉസ്താദിന് എന്താ ജോലി? അവർക്ക് വൈറ്റും ഇട്ടിട്ട് ഇവിടെ വന്നിട്ട് ബാങ്കും കുട്ടികളെ പഠിപ്പിച്ചാലും മാത്രം മതി എന്നൊരു ചിന്താഗതിയാണ് നമ്മളെ കയ്യിലുള്ളത്, നമ്മളെ മനസ്സിലുള്ളത്. അതല്ല സുഹൃത്തുക്കളെ, ആ ഉസ്താദന്മാരെ ഒരുപാട് സങ്കടങ്ങളുള്ളിൽ ഒതുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ഏതൊരാളും പ്രവാസ ലോകത്തിലേക്ക് എത്തുമ്പോൾ ഇല്ലേ, പ്രവാസ ലോകത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ബുദ്ധിമുട്ടിട്ടാണ് നമ്മൾ അവിടെ ജോലി ചെയ്യുന്നുള്ളത്. അതിന് തക്കതായ പ്രതിഫലം അൽഹംദുലില്ലാഹ് നമുക്ക് ശമ്പളവും കാര്യങ്ങളും ഉണ്ട്. ഈ ഉസ്താദന്മാർക്കാണ് എന്ത് ശമ്പളം ഉള്ളത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൗലൂദിന് പോയിട്ടുണ്ടെങ്കിലും ഒരു 500-200 രൂപ കൊടുക്കും, അത് കിട്ടുമായിരിക്കും. അല്ലാണ്ട് വേറെന്ത് ഉസ്താദന്മാർക്ക് വരുമാനമുള്ളത്? ചില നാട്ടുകളിലെ ഉസ്താദന്മാർ നമ്മ കാണുന്ന, ചിലപ്പോൾ ഈ മദ്രസയിൽ ഇതിൻ്റെയും ജോലി ചെയ്തിട്ട് ചില ഓട്ടോറിക്ഷ ഓട്ടുന്ന ഉസ്താദന്മാർ വരെയുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? കുടുംബത്തെ പോറ്റാനും വേണ്ടിയിട്ടാണ്. മനസ്സിലാക്കണം നിങ്ങള്. ഉസ്താദന്മാർക്ക് നമ്മുടെ പള്ളി കമ്മിറ്റിയും നമ്മുടെ ജമാഅത്തും ഉസ്താദന്മാർക്ക് ഈ ശമ്പളം എന്നറിയുന്ന ഒരു ഇതുണ്ടല്ലോ, അത് കൂട്ടാനും വേണ്ടിയിട്ടുള്ള ഇത് കൊടുക്കണം. നിങ്ങൾ ഒരുപാട് സംഘടനകളുണ്ടല്ലോ നമ്മളതിൽ. ഈ സംഘടനകളെല്ലാം ഒന്ന് സംസാരിച്ചിട്ട് ആ കമ്മിറ്റിനോട് നിങ്ങൾ ഒത്തൊരുമിച്ചിട്ട് ഉസ്താദന്മാർക്ക് ശമ്പളം കൂട്ടി കൊടുക്കാൻ, ഉസ്താദന്മാരുടെ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ചില ഉസ്താദന്മാർക്ക് കിടക്കാൻ റൂം ഉണ്ടാകുന്നില്ല, പള്ളിന്റെ സൈഡ് പോയിട്ട് ഇങ്ങനെ കിടക്കുന്നു ചെറിയൊരു റൂമില്. അവർക്ക് നേരെ ഉറങ്ങാനും വരെ സ്ഥലം ഉണ്ടാകുന്നില്ല. ചില ഉസ്താദന്മാർക്ക് രാവിലെ എണീറ്റായിട്ട് ചായ കുടിക്കണമായിരിക്കും. ആ നാട്ടിൽ ഹോട്ടൽ ഉണ്ടാകുന്നില്ല, ഒരു ചായന്റെ ഒരു ഇതുവരെ ഉണ്ടാകുന്നില്ല. ചില പള്ളിയിലെ ഒരു ഡ്രസ്സ് വെക്കാൻ ഒരു നേരെ ഒരു കപ്പാട്ട് ഉണ്ടാകുന്നില്ല. എന്നിട്ടും അവര് നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടിന് വേണ്ടിയിട്ട് അറിയോ? ജീവിക്കാനും വേണ്ടിയിട്ട്, അവരെ കുടുംബം പോറ്റാനും വേണ്ടിയിട്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ടും നമ്മളെ ഉസ്താദന്മാരെ കുറ്റം പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറയും, ഈ ചില ഉസ്താദന്മാര് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചില റോഡ് സൈഡ് ബിരിയാണി വെക്കുന്നതാണ്. വൈറലായിട്ട് ഒരു ഉസ്താദ് ഉണ്ട്, വൈറലാക്കി ഉസ്താദ് നല്ല പഠിച്ചത്, നല്ല സദർ അതായിട്ടുണ്ടായ ഉസ്താദാണ് ഇന്ന് റോഡ് സൈഡ് ബിരിയാണി വിൽക്കുന്ന ഒരു ഇതിലെത്തിയിട്ടുള്ളത്. മദ്രസയിൽ നല്ല ശമ്പളം ഉണ്ടായിരുന്നെങ്കിൽ ഉസ്താദ് ഈ ജോലിക്ക് പോട്ടീനോ? ഏതൊരു ജോലി ഹൈറാന്ന്. മദ്രസയിൽ നല്ല ശമ്പളം നല്ല കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ജോലിക്ക് പോവോ? ചില ഉസ്താദന്മാരെന്ത് ഉണ്ണിയപ്പം വിൽക്കാൻ വേണ്ടിട്ട് പോകുന്ന ഉസ്താദന്മാരെ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ടും ആ ഉസ്താദിന്, ഈ ഉസ്താദിന് ഇങ്ങനെ ഒരു അടിക്കുന്ന കാണുമ്പോ ഇല്ലേ, ഒരുപാട് സങ്കടം തോന്നിപ്പോയി. ഇവനെല്ലാം എന്ത് ചെയ്യണമെന്നറിയോ? ഇങ്ങനെ ഒരു ഉസ്താദന്മാർക്കും ഇങ്ങനെ ഒന്ന് എത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലുള്ള ഇനിയെങ്കിലും ഉണരൂ. നമ്മുടെ നാട്ടിലുള്ള പള്ളിക്കമ്മിറ്റി ഉസ്താദന്മാർക്ക് ശമ്പളം വർദ്ധിക്കാനും ഉസ്താദന്മാർക്ക് നല്ലൊരു റൂം കൊടുക്കാനും അതെങ്കിലും ശ്രമിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ചില നാട്ടുകളില്ല, ഞാൻ ഇപ്പൊ നല്ല ഒരു ചില നാടുകളിൽ കാണുന്നുണ്ട്, ഉസ്താദന്മാർക്ക് താമസിക്കാൻ ഫാമിലി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റൂം വരെ കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഖൈർ. ഇങ്ങനെയെല്ലാം ഓരോരോ ജമാഅത്തും ഓരോരോ കമ്മിറ്റിയും ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഉസ്താദ്